രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളൊരു സ്വഭാവമാണ് കേട്ടോ. രാത്രിയിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് കഴിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് വിടും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് അവിടെ പാനിപൂരി അതുപോലെ മറ്റേ സാധനമെങ്കിൽ ഞാൻ പേരേക്കറിയില്ല അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഗുരുവായൂർ വന്നു. ഗുരുവായൂർ ഫ്രണ്ടിലാണ് ഈ ചേച്ചി എപ്പോഴും ഉണ്ടാവും കേട്ടോ. നല്ല പാനിപൂരിയാണ്. നമുക്കത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. ചിലയിടത്തുനിന്ന് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് പാനിപൂരി എനിക്ക് ഇഷ്ടമല്ല കഴിക്കാൻ, പക്ഷേ എനിക്ക് ഈ ചേച്ചിയുടെ അടുത്തുനിന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ സാലഡായാലും അടിപൊളിയാണ്. സേനാപ്പീസ് പാനിപ്പൂരിയുടെ ഉള്ളിലുള്ള സാധനമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ആ ഭൂരി മാത്രമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ വന്ന് അടിപൊളിയായിട്ട് ഇത് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് താനും. അപ്പോൾ ഞങ്ങൾ എന്തായാലും രണ്ടാളും ഇത് കഴിച്ചു. രണ്ടാമതാണ് കേട്ടോ പാനിപ്പൂരി കിട്ടിയത്. അപ്പോൾ പാനിപ്പൂരിയിൽ ഇപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, അതുകൊണ്ട്. പക്ഷേ സേനാപ്പിക്ക് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ എരിവുണ്ട്. അപ്പം അത് അവന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ പൂരി മാത്രം കഴിച്ചത്. ഞാനതിൽ വെള്ളമൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ചത്. സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. വാവ പാനിപ്പൂരി കഴിക്കില്ല, ഞാനാണ് പാനിപ്പൂരി കഴിക്കുള്ളൂ. അവൻ ആ സാലഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്ത് സേനാപ്പിക്ക് അതിൻ്റെ ഉള്ളിൽ സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടു. അത് കഴിഞ്ഞപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടൊരു പെപ്സി കുടിച്ചു. വാവ ചായയാണ് കുടിച്ചത്. പെപ്സി നല്ല തണവായിരുന്നു കേട്ടോ. എൻ്റെ പല്ല് വരെ അടിച്ചു പോയി. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാറ്റ ബൈ ബൈ.